5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. തൃശ്ശൂർ ജില്ലയിലെ കൂടൽമാണിക്കൽ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ ഒരു കഴകക്കാരൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ വിവാദം നടക്കുന്നുണ്ട്. 2025 ഫെബ്രുവരി 24 വരെ തൊട്ടടുത്തുള്ള 12 കാരായ്മകളുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള 12 കാരായ്മ കുടുംബങ്ങളുണ്ട്. അത് കാരായ്മ എന്നാണ് പറയുന്നത്, ഓരോ കുടുംബങ്ങൾ. ഈ 12 കുടുംബത്തിലെ ആളുകളാണ്. അവർ പോറ്റിമാരാണ്, വാര്യസരാണ്, വാര്യർമാരാണ്, അങ്ങനെ സമുദായങ്ങളിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരാണ് ഈ അമ്പലത്തിലെ വിവിധ ജോലികൾ ചെയ്തു വന്നിരുന്നത്. അതിൽ പൂ കെട്ടുക, അവിടെ താമരപ്പൂ കെട്ടുക എന്ന് പറയുന്നത് താമരപ്പൂവിൻ്റെ സമർപ്പണവും വലിയ ആചാരമാണ്, വലിയൊരു വിശ്വാസമാണ്. ആ താമരപ്പൂവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ പൂ കെട്ടലുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ കഴകക്കാരനെ ബാലുവിനെ പോസ്റ്റ് ചെയ്യുന്നത് ദേവസ്വം ബോർഡാണ്. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കമ്മിറ്റി പ്രസിഡൻ്റായിട്ട് CPMൻ്റെ ആളുകളാണുള്ളത്. പിന്നെ കമ്മിറ്റിയിൽ 4 CPMകാരുണ്ട്, CPIക്കാരുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അമ്പലത്തിൽ എന്ത് കാര്യം എന്നുള്ളത് വേറെ ചോദ്യം. അത് രണ്ടാമത് പിന്നെ വേറെ നമ്മൾ ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാര്യം ഒരു വശത്ത് യുക്തിവാദം പറയുന്നു, നിരീശ്വരവാദം പറയുന്നു, ഭൗതികവാദം പറയുന്നു. പക്ഷേ അമ്പല കമ്മിറ്റിയിൽ പ്രസിഡൻ്റായിട്ടുമുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഈ ബാലുവിനെ പോസ്റ്റ് ചെയ്തപ്പോൾ അവിടുത്തെ തന്ത്രിമാരുമായിട്ട് ആലോചിച്ചില്ല എന്നുള്ളതാണ് ഒരു തന്ത്രിമാർ ഉയർത്തുന്ന വിഷയം. സുപ്രീം കോടതി വരെ പോയിട്ടുള്ള പല കേസുകളും, ഈ കേസിലാരും പോയില്ല, നേരത്തെയുള്ള പല കേസുകളിലുമുണ്ട്. അപ്പോൾ കാര്യങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും തന്ത്രിമാരുടെ അഭിപ്രായം കൂടെ എടുക്കണം എന്ന വിധികളുമുണ്ട്. ഒരു വശത്ത് ആ വിധികളുണ്ട്. അതിൻ്റെ ഒരു പിൻബലം വെച്ചുകൊണ്ട് തന്ത്രിമാർ ഞങ്ങളുമായിട്ട് ആലോചിക്കാതെയാണ് ഈ ഒരു പോസ്റ്റിംഗ് നടന്നിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു വശത്ത്. മറ്റൊരു വശത്ത് നൂറ്റാണ്ടുകളായി വർഷങ്ങളായി ജോലി ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിന് ജോലി നഷ്ടപ്പെടുന്നു. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വർഷങ്ങളായി ഉണ്ടായിരുന്ന അതൊരു വർഗബോധത്തിൻ്റെ പ്രശ്നവുമുണ്ട്. ഒരു സ്ഥലത്ത് ഒരു പ്രാദേശികവാദവും ഉണ്ടല്ലോ. ഒരു സ്ഥലത്ത് അവിടെയുള്ള ആളുകൾ, ഏതെങ്കിലും കുടുംബക്കാർ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി ചെയ്തുകൊണ്ടിരുന്ന ജോലി, ചെറിയ ജോലിയായാലും വലിയ ജോലിയായാലും, ആ ജോലിയിലേക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ദേവസ്വം ബോർഡ് വഴി മറ്റൊരു ലിസ്റ്റ് വരുമ്പോൾ സ്വാഭാവിക ജോലി നഷ്ടപ്പെടുന്നവരെ പ്രതിരോധിക്കുവാൻ ആളുകളുണ്ടാവും. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ രണ്ട് സമുദായമായി പോയി, അല്ലെങ്കിൽ 2 ജാതിയായിപ്പോയി എന്നുള്ളതാണ് വിവാദങ്ങളുടെ ഒരു പറുദീസ തന്നെ വരുന്നത്. എനിക്കിതുമായി ബന്ധപ്പെടുത്തി പറയുവാനുള്ളത്, വൈക്കം സത്യാഗ്രഹം നടന്നതിന് ശേഷം, ക്ഷേത്രപ്രവേശന വിളംബരം ഒക്കെ വന്നതിന് ശേഷവും, അതുപോലെ ശിവപ്രതിഷ്ഠയൊക്കെ വന്നല്ലോ, അരിയപ്പുറ ശിവപ്രതിഷ്ഠയൊക്കെ വന്നതിന് ശേഷം ഒരുപാട് അബ്രാഹ്മണരായിട്ടുള്ള ആളുകളുമൊക്കെ അമ്പലത്തിൽ പൂജിക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പിന്നെ താന്ത്രിക വിദ്യാപീഠമുണ്ട്. താന്ത്രിക വിദ്യാപീഠത്തിൽ ആലുവയിലുണ്ട്, അതുപോലെ തന്നെ പത്തനംതിട്ടയിലുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും പിന്നെ പൂജാരിയൊക്കെ ആവാൻ കഴിയുന്ന പുതിയ കാലത്താണ് താമസിക്കുന്നത്. ക്ഷേത്രങ്ങളെ വിവാദ ഭൂമികളാക്കരുത് ഒരിക്കലും. ക്ഷേത്രം എന്ന് പറയുന്ന ആചാരമാണ്, വിശ്വാസമാണ്. അവിടെ വിശ്വാസികൾ വരേണ്ടതാണ്. തർക്കങ്ങളും വിവാദങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ആളുകൾ പോവുകയില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനകത്ത് തന്ത്രിമാരെയും വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് ഗൗരവമായി ഇത്തരം കാര്യങ്ങളൊരു സമവായം കൊണ്ടുവരുന്നത്? അങ്ങനെ സമവായം കൊണ്ടുവരുന്നതിന് പകരം ബ്രാഹ്മണന്മാരും പോറ്റിമാരും നമ്പൂതിരിമാരും ഒക്കെ പ്രശ്നക്കാരാണ്, അവരെല്ലാം അടിച്ചു കളയണം, എന്നാൽ മാത്രമേ ഇവിടെ നവോത്ഥാനം വരുമെന്ന് പറയുന്നത് ശരിയല്ല. എന്നാൽ മറ്റ് സമുദായത്തിലുള്ള ആളുകൾ ആരെയും ഞങ്ങൾ അങ്ങനെ അടുപ്പിക്കത്തില്ല, ഞങ്ങൾ മാത്രമേ ഇതെല്ലാം ചെയ്യുള്ളൂ എന്ന് പറയുന്ന പിന്നെ ബ്രാഹ്മണാദി സമുദായങ്ങളുടെ നിലപാടും ശരിയല്ല. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എങ്ങനെയാണ് ഒരു പുതിയ സമവായത്തിലേക്ക് പോകാൻ കഴിയുക? ഇത്ര ക്ഷേത്രം വേണം, ക്ഷേത്രത്തിന് ചൈതന്യം വേണം, അതിൻ്റെ പൂജകൾ നടക്കണം, മറ്റാളുകൾ വരണം, വിശ്വാസികൾ വരണം, എല്ലാമുണ്ട്. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന കാലമാണ്. ആളുകൾ സെലക്ട് ചെയ്താണ് അമ്പലത്തിലൊക്കെ പോകുന്നത്. ഗുരുവായൂർ എല്ലായിടത്തും പല സ്ഥലത്തും കൃഷ്ണക്ഷേത്രമുണ്ട്, എന്നാലും ഗുരുവായൂരപ്പനെ കാണാനാണ് ഒരുപാട് ആളുകൾ പോകുന്നത്. ധാരാളം സ്ഥലത്ത് അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, ശാസ്താ ക്ഷേത്രങ്ങളുണ്ട്, എന്നാലും ശബരിമല അയ്യപ്പനെ കാണാനാണ് ആളുകൾ പോകുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ആളുകൾ അവിടുത്തെ ആരാണ് എന്താണ് നടത്തുന്നത്, പോറ്റിയാർ, പൂജാരിയാർ, മറ്റു കാര്യം എല്ലാം നോക്കും ജനങ്ങൾ. അതുകൊണ്ട് അപ്പോൾ ജനങ്ങളെ നമുക്ക് തല്ലാനും പിടിക്കാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ ഞങ്ങളൊരു ക്ഷേത്രം വച്ചിരിക്കുന്നു, നിങ്ങളെല്ലാം ഇഞ്ഞ് വന്നോളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നാട് മുഴുക്ക ദേവീക്ഷേത്രം, നാട്ടുകൾ ദേവീക്ഷേത്രത്തിലാണ് ഇത്രയും സ്ത്രീകൾ പോകുന്നത്, സ്ത്രീകളുടെ ശബരിമലയിൽ. അപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു സർക്കാർ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഫാക്ടറി കൈകാര്യം ചെയ്യും പോലെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെൻറ്റർ കൈകാര്യം ചെയ്യും പോലെ കൈകാര്യം ചെയ്യേണ്ട സ്ഥലമല്ല. അവിടെ തന്ത്രിമാർക്ക് താന്ത്രിക വിദ്യയും അതുമായി പൂജാതി കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് തന്ത്രിമാരാണ്. അപ്പോൾ തന്ത്രിമാരെയും സമ്പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ശരിയല്ല. എന്നാൽ സർക്കാരിൻ്റെ എന്നുള്ളതല്ല, നമ്മുടെ സാമൂഹിക കാഴ്ചപ്പാടിനനുസരിച്ച് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള നവോത്ഥാനമോ നവീകരണമോ പുനർജീവനമോ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലൊരു സമവായം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിനെ വളരെ കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് എങ്ങനെ, പിന്നോക്ക വിഭാഗങ്ങളെ മുന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ തിരിച്ചുവിടുന്നത് എങ്ങനെ, അതിലൂടെ 4 വോട്ട് കിട്ടുന്നത് എങ്ങനെ എന്നൊന്നും ആരും ചിന്തിക്കരുത്. അതിനപ്പുറമുള്ള വളരെ നിയതമായ നിയമങ്ങൾ ഉണ്ടാക്കുകയും അതിനകത്ത് സമവായങ്ങൾ ഉണ്ടാക്കുകയും ആ സമവായത്തിനനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും
അബ്രാഹ്മണരായിട്ടുള്ള ബ്രാഹ്മണരല്ലാത്ത ഒരുപാട് പേര് പോറ്റിമാരായിട്ടുണ്ട് ഇവിടെ. പല ക്ഷേത്രങ്ങളിലും പോറ്റിമാരായിട്ടുണ്ട്. കുടുംബക്ഷേത്രങ്ങളിൽ പലപ്പോഴും പൂജ ചെയ്യുന്നത് ആ കുടുംബത്തിലെ അംഗങ്ങളായിരിക്കും. എത്രയോ ക്ഷേത്രങ്ങളിൽ വളരെ വ്യത്യസ്തമായ നമ്പൂതിരിമാരല്ലാത്ത, പോറ്റിമാരല്ലാത്ത, ബ്രാഹ്മൺസ് അല്ലാത്ത എത്രയോ ആളുകൾ ഇവിടെ പൂജ ചെയ്യുന്നുണ്ട്, ആൾറെഡി പൂജ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ വിവാദമല്ല. അപ്പോൾ പക്ഷേ ഇത് പറഞ്ഞ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയും ബ്രാഹ്മണർ മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള രീതിയിലേക്ക് പോകുന്നതും നല്ലതല്ല. കാരണം അല്ലാതെ തന്നെ ഇവിടെ അങ്ങനെ വളരെ എല്ലാവരും പൂജ ചെയ്യുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഗൗരവമായി വളരെ വല്ലാത്ത രീതിയിലുള്ള വിവാദങ്ങളാക്കുന്നതിന് പകരം ഇവിടെ എല്ലാം വേണ്ടതൊരു സമവായമാണ്. ഇവിടെ സംവാദത്തിനുള്ള വേദിയല്ല. അമ്പലങ്ങളൊക്കെ സംവാദം ചെയ്ത് തർക്കിച്ച് വഴക്കുണ്ടാക്കി സുപ്രീം കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി അങ്ങനെ നേടേണ്ടതല്ല. ഇത് വളരെ കൃത്യമായി മുന്നോക്ക സമുദായക്കാരായാലും പിന്നോക്ക സമുദായക്കാരായാലും താന്ത്രിക സമൂഹമായാലും അതുപോലെ തന്നെ ക്ഷേത്രാചാരങ്ങൾ നടത്തുന്നവരായാലും ക്ഷേത്ര കമ്മിറ്റി ആയാലും എല്ലാവരും ഒരു സമവായത്തിലൂടെ പോവുകയും അതിനനുസരിച്ചുള്ള നയങ്ങളും ചട്ടങ്ങളുമൊക്കെയാണ് കൊണ്ടുവരേണ്ടത്. ഇതിപ്പോൾ അസംബ്ലി പറയുന്നു, സമുദായ നേതാക്കൾ അഭിപ്രായം പറയുന്നു, പലരും പലതരത്തിലുള്ള അഭിപ്രായം പറയുന്നു. അത് നല്ലതല്ല. അതിന് പകരമായി നമുക്ക് എങ്ങനെയാണ് താന്ത്രിക സമൂഹത്തെ നമുക്ക് 100% ഒഴിവാക്കിക്കൊണ്ട് പോകാൻ കഴിയില്ല. കാരണം ക്ഷേത്രാചാരവും ക്ഷേത്രത്തിൻ്റെ താന്ത്രിക വിദ്യകളൊക്കെ അനുസരിച്ചാണ് പ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ പ്രൊഫഷണലിസം, അല്ലാതെ ആ വ്യക്തികളെ അല്ല, ആ താന്ത്രിക വിദ്യകൾ പഠിച്ചവരുടെ പ്രൊഫഷണലിസം അല്ലെങ്കിൽ അവരുടെ ആ കഴിവ്, അവരുടെ അനുഭവം എടുക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അതെങ്ങനെ എടുക്കാം? അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുമ്പോൾ തന്നെ ഞാനീ പറഞ്ഞ പോലെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാം. അല്ലാതെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നടത്തുന്നത് പോലുള്ള യുദ്ധക്കളമാക്കി നമ്മൾ ക്ഷേത്രങ്ങളെ മാറ്റുക. കാരണം അത് പവിത്രമാണ്, വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഇത് മനസ്സിലാക്കണം. ഞാൻ ഒരു കൂട്ടരെയായിട്ട് കുറ്റം പറയുന്നില്ല. രണ്ട് കൂട്ടരും വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് പുതിയ കാലഘട്ടമാണ്. അപ്പോൾ ഹൈന്ദവ സമാജത്തിൽ ജനിച്ചിട്ടുള്ള ഏതൊരാളിനും അർഹപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷേത്രാരാധന നടത്താനും പൂജ നടത്താനും പോറ്റിയാകാനും പൂജാരിയാകാനും ഒക്കെ ഉള്ള സാഹചര്യമുണ്ട് ഇവിടെ. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ തന്ത്രിമാരെയും താന്ത്രിക വിദ്യ പഠിച്ചവരെയും പോറ്റിമാരെയും പൂജാരിമാരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു മനോഹാരിത വരുന്നത്. ഇത് രണ്ടും ചേരുന്നുള്ള ഒരു മധ്യമാർഗം എങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക? അതിനാണ് ഗവൺമെൻറ് എപ്പോഴും മുൻതൂക്കം കൊടുക്കേണ്ടത്. അതിനുള്ള കമ്മിറ്റികളും രീതികളുമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടായി വരേണ്ടത്.